എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് പന്തളം നീലകണ്ഠൻ്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യ ഭാഗം കാണാൻ സാധിക്കും. മാധവശാരും ഗോവിന്ദശാരും വന്നു ചേർന്നിട്ടും ഉണ്ണിത്താൻ നീലകണ്ഠൻ്റെ അടുക്കൽ നിന്ന് നിശേഷം വിട്ടുമാറിയില്ല. അത് അദ്ദേഹം ആദായത്തെ ആഗ്രഹിച്ചു മറ്റുമല്ലായിരുന്നു. ആനക്കാർ നീലകണ്ഠനെ ഉപദ്രവിക്കാതെ ഇരിക്കുന്നതിനും അവർ അവനെ വേണ്ടതുപോലെ രക്ഷിക്കുന്നതിനുമായിട്ടായിരുന്നു. ഉണ്ണിത്താൻ്റെ സാന്നിധ്യമില്ലാതെ ഇരുന്നെങ്കിൽ നീലകണ്ഠനെ കൊണ്ട് കുറച്ചുകൂടി കള്ളപ്പണികൾ ചെയ്യിച്ച് തൻ്റെ ആദായം വർദ്ധിപ്പിക്കാമെന്നായിരുന്നു ഗോവിന്ദശാരുടെ വിചാരം. അതിനാൽ വല്ലവിധവും ഉണ്ണിത്താൻ്റെ കഥ കഴിക്കണമെന്നുള്ള വിചാരം ഗോവിന്ദശാർക്ക് ഇല്ലാതെയും ഇരുന്നില്ല. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം ഗോവിന്ദശാർ നീലകണ്ഠനെ ക്ഷേത്രത്തിന് സമീപം വടക്കുവശത്തുള്ള ആറ്റിൽ കൊണ്ടുപോയി തേച്ചൊരച്ച് കുളിപ്പിച്ച് പ്രസിദ്ധമായിട്ടുള്ള വയറിപ്പുഴ കയത്തിനടുത്തുള്ള മണൽത്തിട്ടയിലേക്ക് മാറ്റി. അപ്പോൾ ഉണ്ണിത്താനും അവിടെ ഉണ്ടായിരുന്നു. ഉണ്ണിത്താൻ അടുക്കലുള്ളപ്പോൾ ഗോവിന്ദശാർ തന്നെ ഉപദ്രവിക്കുകയില്ലെന്നുള്ള വിശ്വാസം കൊണ്ടോ എന്തോ അപ്പോൾ ഗോവിന്ദശാർ എന്തോ പറഞ്ഞിട്ട് നീലകണ്ഠൻ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. അതിനാൽ ഗോവിന്ദശാർ ദേഷ്യപ്പെട്ട് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് നീലകണ്ഠനെ ഒന്നടിച്ചു. അത് കൊണ്ടപ്പോൾ നീലകണ്ഠനും സാമാന്യത്തിലധികം വേദനയും ദേഷ്യവും ഉണ്ടായി. അവൻ തുമ്പിക്കൈ നിവർത്ത് ഊക്കോടുകൂടി ഗോവിന്ദശാർക്കിട്ട് ഒരു തട്ട് കൊടുത്തു. ഗോവിന്ദശാർ പെട്ടെന്ന് മാറിക്കളഞ്ഞതിനാൽ തട്ടുകൊണ്ടത് ഉണ്ണിത്താനാണ്. അതുകൊണ്ട് ഉണ്ണിത്താന് നല്ലതുപോലെ ഉൾക്കേട് പറ്റുകയും അദ്ദേഹം നിലത്ത് വീഴുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് മരണവേദനയോടുകൂടി കയത്തിൽ ചാടി നീന്തി തെക്കേക്കരയിൽ കയറി ഓടി ഒരുവിധം വീട്ടിൽ ചെന്ന് കട്ടിലിൽ കയറി കിടക്കുകയും ചെയ്തു. ഉണ്ണിത്താൻ വീണത് കണ്ട് പേടിച്ച് ഗോവിന്ദശാരും മറ്റു വഴിയെ ഓടി അയാളുടെ വാസസ്ഥലത്തെത്തി. നീലകണ്ഠന് താൻ മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും ഉണ്ണിത്താനെ ദ്രോഹിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് വളരെയധികം പശ്ചാത്താപമുണ്ടായി. അത് ഗോവിന്ദശാർ നിമിത്തമാണല്ലോ എന്ന് വിചാരിച്ച് അയാളോട് നേരത്തതിലും അധികം ദേഷ്യമുണ്ടാവുകയും ചെയ്തു. അതിനാൽ അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങുമിങ്ങും ഓടി നടന്നു. പിന്നെ ഈ വിവരം അറിഞ്ഞ് മാധവശാർ ചെന്ന് ചില സാന്ത്വന വാക്കുകൾ പറഞ്ഞ് നീലകണ്ഠനെ ഒരുവിധം സമാധാനപ്പെടുത്തി പിടിച്ചുകൊണ്ടുവന്ന് ബന്ധിച്ചു. അക്കാലം മുതൽ നീലകണ്ഠനെ തളച്ചിരുന്നത് നല്ല ഉറപ്പുള്ള വലിയ ചങ്ങലയിട്ടായിരുന്നു. ഉണ്ണിത്താൻ്റെ അസ്വാസ്ഥ്യത്തിന് പല ചികിത്സകളും മറ്റും ചെയ്യുകയുണ്ടായി. ഒന്നും ഫലിച്ചില്ല. തട്ടേറ്റതിൻ്റെ 7-ാം ദിവസം അദ്ദേഹം പരലോകത്തെ പ്രാപിച്ചു. ഉണ്ണിത്താൻ മരിച്ചത് ഗോവിന്ദശാരുടെ ചില ആഭിചാര പ്രവൃത്തികൾ കൊണ്ടാണെന്നും ഉണ്ണിത്താൻ മരിക്കുന്നതിനായിട്ട് അയാൾ കുരുതി പുഴുങ്ങിയും മറ്റുമുണ്ടായെന്നും പല വിധത്തിൽ ആളുകൾ പറയുകയുണ്ടായി. എന്നാൽ മറ്റു ചിലർ ഉണ്ണിത്താന് നീലകണ്ഠൻ്റെ തട്ട് അബദ്ധത്തിൽ പറ്റാനിടയായതാണെന്നും അദ്ദേഹം മരിച്ചത് ആയുസ് അവസാനിച്ചു പോയതുകൊണ്ടാണെന്നും പറയാതെ ഇരുന്നില്ല. എന്നാലും ഉണ്ണിത്താൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ നീലകണ്ഠന് ദുസ്സഹമായ ദുഃഖമാണ് ഉണ്ടായത്. ആ ദുഃഖവർത്തമാനം കേട്ടിട്ട് നീലകണ്ഠൻ വെള്ളം കുടിക്കുക പോലും ചെയ്യാതെ 3 ദിവസം കരഞ്ഞുകൊണ്ട് തന്നെ നിന്നു. താൻ പന്തളത്ത് വന്നതിൻ്റെ ശേഷം തന്നെ ഇടവും വലവും മറ്റും പഠിപ്പിക്കുകയും ശരിയായ ഭക്ഷണം കൊടുത്തും കുളിപ്പിച്ചും രക്ഷിക്കുകയും ചെയ്തത് ആ ഉണ്ണിത്താനാന്നുള്ള വിചാരവും നന്ദിയും കൂറും അവൻ്റെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു. അവൻ്റെ സങ്കടത്തോടുകൂടി ആ നില കണ്ടപ്പോൾ അവൻ ഉണ്ണിത്താനെ തട്ടിയിട്ടത് മനഃപൂർവ്വമായിട്ടല്ലെന്ന് എല്ലാവർക്കും സമ്മതമായി. മാധവശാരുടെ സാന്ത്വനങ്ങൾ കൊണ്ടും മറ്റും ക്രമേണ നീലകണ്ഠൻ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു. ഉണ്ണിത്താൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാധവശാർ നീലകണ്ഠൻ്റെ പ്രധാന പാപ്പാനും ഗോവിന്ദശാർ അയാളുടെ സഹായിയുമായി തീർന്നു. അപ്പോൾ ഗോവിന്ദശാർക്ക് സന്തോഷം വർദ്ധിച്ചു. ഉണ്ണിത്താൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് ഇനി തനിക്ക് ഇഷ്ടം പോലെ നീലകണ്ഠനെ കൊണ്ട് എന്ത് പണിയും ചെയ്യിച്ച് സമ്പാദ്യം ധാരാളം ഉണ്ടാക്കാമെന്നായിരുന്നു അയാളുടെ വിചാരം. ഇപ്രകാരം തന്നെ ഉണ്ണിത്താൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് ഈ ദ്രോഹി നീലകണ്ഠനെ പൂർവാധികം ഉപദ്രവിക്കുമെന്നും അതിനാൽ കഴിയുന്ന വേഗത്തിൽ അയാളുടെ കഥ കഴിക്കണമെന്നും നീലകണ്ഠനും മനസ്സിലുറച്ചു. അക്കാലത്ത് ഒരാൾ ചെന്ന് ഗോവിന്ദശാരോട് ആറ്റിൽ കിടക്കുന്ന ഒരു പൂവത്തടി നീലകണ്ഠനെ കൊണ്ട് ഒന്ന് പിടിപ്പിച്ച് തൻ്റെ വാസസ്ഥലത്താക്കി കൊടുത്താൽ ശരിയായ പ്രതിഫലം കൊടുക്കാമെന്ന് പറയുകയും ഗോവിന്ദശാർ അത് സമ്മതിച്ച് അച്ചാരം വാങ്ങുകയും ചെയ്തു. വിവരം മാധവശാരെ അറിയിക്കാതെ ഗോവിന്ദശാർ തടി പിടിപ്പിക്കുന്നതിന് നീലകണ്ഠനെയും കൊണ്ട് തടി കിടന്നിരുന്ന സ്ഥലത്തെത്തി. തടി സാമാന്യത്തിലധികം വലിയതായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നീലകണ്ഠന് ദേഷ്യം വന്നു തുടങ്ങി. എങ്കിലും തല്ല് പേടിച്ച് അവനത് പിടിച്ച് വെള്ളത്തിൽ നിന്ന് മണൽപ്പുറത്ത് കയറ്റി വലിച്ചു കൊണ്ടുപോയി. കുറച്ചു ദൂരം പോയപ്പോൾ തടി മണലിൽ പുതഞ്ഞു തുടങ്ങി. അപ്പോൾ വലിച്ചുകൊണ്ടു പോകാൻ പ്രയാസമായി തീരുകയാൽ നീലകണ്ഠൻ വക്കവിട്ട് മാറി നിന്നു.
ഉടനെ ഗോവിന്ദശാർ കഴുത്തിലിരുന്ന് മർമ്മം നോക്കി ഒരടി കൊടുത്തു. തൽക്ഷണം നീലകണ്ഠൻ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് കുടഞ്ഞു. പെട്ടെന്ന് ഗോവിന്ദശാർ നിലത്തു മലർന്നു വീണു. ഇത് തന്നെ തരമെന്ന് നിശ്ചയിച്ച് നീലകണ്ഠൻ കാൽ പൊക്കി ഗോവിന്ദശാരുടെ മാറത്ത് ഒരു ചവിട്ട് കൊടുത്തു. അതുകൊണ്ട് ഗോവിന്ദശാരുടെ മാറത്തെ അസ്ഥികൾ മുഴുവൻ തകരുകയും അതോടുകൂടി അയാൾ പരലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. നീലകണ്ഠൻ ഉടനെ കൊലവിളിയും വിളിച്ച് ഭ്രാന്ത് പിടിച്ചതുപോലെ പടിഞ്ഞാട്ട് പാഞ്ഞോടിത്തുടങ്ങി. നീലകണ്ഠൻ്റെ കൊലവിളി കേട്ടും വരവ് കണ്ടും ആ ദിഗ്വാസികളെല്ലാം ഭയവിഹ്വലരായി കഥയറിയാതെ ഓരോ അഭയസ്ഥാനത്തിലേക്ക് ഓടിത്തുടങ്ങി. അപ്പോഴേക്ക് നീലകണ്ഠൻ ഗോവിന്ദശാരെ കൊന്നു എന്നുള്ള വർത്തമാനം ആ ദിക്കിലെല്ലാം പരന്നു. അപ്പോൾ മാധവശാരും വിവരമറിഞ്ഞ് ദുഃഖാക്രാന്തനായി ആ സ്ഥലത്ത് ഓടിയെത്തി. അയാൾക്ക് അനുജൻ മരിച്ചതുകൊണ്ടുള്ള വ്യസനത്തേക്കാൾ അധികം നീലകണ്ഠൻ പിന്നെയും വല്ലവരെയും ഉപദ്രവിച്ചേക്കുമോ എന്നുള്ള വിചാരമാണ് ഉണ്ടായത്. അതിനാൽ ഉടനെ നീലകണ്ഠൻ്റെ അടുക്കലേക്ക് യാത്രയായി. അത് കണ്ട് അയാളുടെ അമ്മയും ഭാര്യയും ദേശക്കാരുമെല്ലാം, അയ്യോ, ഇപ്പോൾ അവൻ്റെ അടുക്കലേക്ക് പോകല്ലേ, അവൻ്റെ കോപം ശമിപ്പിച്ചിട്ടില്ല, ഇപ്പോൾ അടുത്ത് എന്നാൽ ആപത്തുണ്ടാകും എന്ന് മറ്റു പറഞ്ഞ് അയാളെ നിർബന്ധപൂർവ്വം വിലക്കി. എന്നാൽ മാധവശാർ ഇതൊന്നും വകവയ്ക്കാതെ നീലകണ്ഠൻ്റെ അടുക്കൽ ചെന്ന് ചെവിക്ക് പിടിച്ചു. നീലകണ്ഠൻ ഏറ്റവും വണക്കഭാവത്തോടുകൂടി അവിടെ നിന്നു. മാധവശാർ അവൻ്റെ മസ്തകത്തിൽ തലോടിക്കൊണ്ട്, എൻ്റെ മകനെ, നീ ഇങ്ങനെ ചെയ്തല്ലോ, അവൻ നിന്നെ ഉപദ്രവിച്ചിട്ടായിരിക്കും. എങ്കിലും ഇത് വലിയ സാഹസമായിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു. ആട്ടെ, കാര്യം കഴിഞ്ഞല്ലോ. ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും വ്യസനിച്ചതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. ഇനിയെങ്കിലും നീ ഇങ്ങനെയുള്ള കടുങ്കൈ പ്രയോഗിക്കാതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നീലകണ്ഠനും സ്വല്പം പശ്ചാത്താപമുണ്ടായി. ഉടനെ മാധവശാർ നീലകണ്ഠനെ വിളിച്ചുകൊണ്ട് മുമ്പേ നടക്കുകയും നീലകണ്ഠൻ അനുസരണയോടുകൂടി അയാളുടെ പിന്നാലെ ചെല്ലുകയും അയാൾ അവനെ പതിവ് സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് തളയ്ക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള സ്നേഹവിശ്വാസ ഭാവങ്ങൾ കണ്ട് എല്ലാവരും ഏറ്റവും വിസ്മയിച്ചു. എങ്കിലും അക്കാലം മുതൽ മതയാനയെന്നും കൊലയാനയെന്നുമുള്ള പേരുകൾക്ക് കൂടി നീലകണ്ഠൻ അർഹനായി. മാധവശാരെക്കുറിച്ച് നീലകണ്ഠന് അപാരമായ സ്നേഹമുണ്ടായിരുന്നു. മാധവശാർ നീലകണ്ഠനെ പകൽ സമയങ്ങളിൽ സാധാരണ തളയ്ക്കാറില്ല. അയാൾ കൊണ്ടുപോയി അവനെ അയാളുടെ വീട്ടുമുറ്റത്ത് നിർത്തിയേക്കുകയാണ് പതിവ്. അവന് കൊടുക്കുന്ന തീറ്റി തിന്നുകൊണ്ട് അവൻ അവിടെ നിന്നുകൊള്ളും. സ്ത്രീകളും കുട്ടികളും മറ്റും അവൻ്റെ അടുക്കൽ കൂടി കടന്നുപോയാലും അവൻ യാതൊരു ഉപദ്രവവും ചെയ്യാറില്ല. അവിടെ പറമ്പിൽ തെങ്ങിൻ തൈയും വാഴയും മറ്റും ധാരാളം ഉണ്ടായിരുന്നു. അതൊന്നും അവൻ നശിപ്പിക്കാറുമില്ല. ആ വീട്ടുകാർക്ക് അവനാൽ കഴിയുന്ന സഹായം അവൻ ചെയ്തു കൊടുക്കാറുമുണ്ടായിരുന്നു. ഒരു ദിവസം നീലകണ്ഠൻ മുറ്റത്ത് നിന്നിരുന്നപ്പോൾ മാധവശാരും ഭാര്യയും തമ്മിൽ ചെറിയൊരു ശണ്ടയുണ്ടായി. അന്ന് അവിടെ അരി വയ്ക്കാൻ വിറകില്ലായിരുന്നു. വിറക് തീർന്നുപോയി, അതിന് വല്ലതും മാർഗം നോക്കണം എന്ന് ഭാര്യ 2-3 ദിവസമായിട്ട് പറയാറുണ്ടായിരുന്നു. അത് കേട്ടിട്ട് മാധവശാർ ഒന്നും ചെയ്തില്ല. അതായിരുന്നു ശണ്ടയ്ക്ക് കാരണം. അത് സംബന്ധിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതാണ്ടൊക്കെ കശപിശ പറഞ്ഞു. അത് കേട്ട് നീലകണ്ഠൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആറ്റിൽ ഒഴുക്കത്ത് വന്ന് കിടന്നിരുന്ന ഒരു വലിയ വിറക് തടി പിടിച്ചെടുത്ത് വലിച്ചുകൊണ്ട് വന്ന് മുറ്റത്തിട്ട് കൊടുത്തു. അത് നല്ലതുപോലെ ഉണങ്ങിയതും അപ്പോൾ തന്നെ ഉപയോഗിക്കുവാൻ കൊള്ളാവുന്നതുമായിരുന്നു. അതിനാൽ മാധവശാർ അത് കുറച്ച് കീറിക്കൊടുക്കുകയും ഭാര്യ എടുത്തുകൊണ്ട് പോയി കത്തിക്കുകയും അങ്ങനെ ആ ശണ്ട അവസാനിക്കുകയും ചെയ്തു. നീലകണ്ഠൻ ആ തടി പിടിച്ചുകൊണ്ട് വന്ന് കൊടുത്തത് ആരും പറഞ്ഞിട്ടല്ലായിരുന്നു. ഇങ്ങനെ നീലകണ്ഠൻ പലതും ചെയ്തിരുന്നു. ഒരിക്കൽ കോന്നിയിൽ നിന്നും കിഴക്ക് കല്ലേലിത്തോട്ടത്തിന് സമീപം ഒരു വലിയ തേക്ക് തടി ആറ്റുമണലിൽ പുതഞ്ഞു കിടന്നിരുന്നു. ആ തടി അവിടെ നിന്ന് ഇളക്കിയെടുപ്പിക്കുന്നതിന് തോട്ടക്കാരൻ സായിപ്പ് ആനക്കാരോടുകൂടി 4-5 ആനകളെയും കൊണ്ടുപോയിരുന്നു. ആ ആനക്കാർ ആ ആനകളെ കൊണ്ടെല്ലാം പിടിപ്പിക്കാൻ വളരെയധികം ശ്രമം ചെയ്തിട്ടും ആ തടി കിടന്ന കിടപ്പിൽ നിന്ന് ഒന്ന് ഇളക്കാൻ പോലും സാധിച്ചില്ല. ആനക്കാരും ആനകളും ക്ഷീണിച്ചു മാറി നിന്നു. ആ സമയം മാധവശാർ നീലകണ്ഠനോടുകൂടി യാദൃച്ഛയാ അവിടെ വരാനിടയായി. മാധവശാർ അവിടെ ഉണ്ടായതെല്ലാം അറിഞ്ഞിട്ട് വില കൊടുത്തു വാങ്ങിയ ഒരാനയും ആനകളെ സ്നേഹിക്കുന്ന ഒരാനക്കാരനും വേലയറിഞ്ഞ് കൂലി കൊടുക്കുന്ന ഒരു മുതലാളിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനിത്ര പ്രയാസം വരിയില്ലായിരുന്നു എന്ന് ഹാസ്യഭാവത്തിൽ പറഞ്ഞു. അത് കേട്ട് സായിപ്പ് മാധവശാരെ വിളിച്ച്, എന്ത് കിട്ടിയാൽ ഈ തടി പിടിപ്പിച്ച് നിശ്ചിത സ്ഥലത്താക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ മാധവശാർ 35 രൂപ കിട്ടണം എന്ന് പറഞ്ഞു. സായിപ്പ് സസന്തോഷം അത് സമ്മതിച്ചു. ഉടനെ മാധവശാർ, മകനെ അപമാനം വരുത്തരുതേ എന്ന് ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞിട്ട് നീലകണ്ഠനെയും കൊണ്ടുപോയി തടി കാണിച്ചു കൊടുക്കുകയും വക്ക കെട്ടിക്കൊടുക്കുകയും ചെയ്തു. നീലകണ്ഠൻ തടി പിടിച്ചിളക്കി വലിച്ചുകൊണ്ടുപോയി സായിപ്പ് പറഞ്ഞ സ്ഥലത്താക്കി. സായിപ്പ് വളരെ സന്തോഷിച്ച് മാധവശാർക്ക് 35 രൂപയും ഒരു കൂട്ടം മുണ്ടും നേരിയതും കൊടുത്തത് കൂടാതെ 5 രൂപയ്ക്ക് ശർക്കര, പഴം, നാളികേരം മുതലായ വരുത്തി നീലകണ്ഠനും കൊടുത്തു.
പിന്നെ സായിപ്പ് ഈ ആന ആരുടെ വകയാണെന്നും ഇതിനെ വിലയ്ക്ക് കൊടുക്കാമോ എന്നും മറ്റും മാധവശാരോട് ചോദിച്ചു. അതിന് മറുപടിയായി മാധവശാർ ഈ ആന പന്തളം 12 കരകളിലുള്ള എല്ലാവർക്കും കൂടിയുള്ളതാണെന്നും എല്ലാവരും സമ്മതിക്കാതെ ഈ ആനയെ വിൽക്കാൻ സാധിക്കുകയില്ലെന്നും ഇനി എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യം അസാധ്യമാണെന്നും അഥവാ ശേഷം എല്ലാവരും സമ്മതിച്ചാലും ലക്ഷം രൂപ കിട്ടിയാലും താൻ സമ്മതിക്കുകയില്ലെന്നും താനും കരക്കാരിൽ ഒരുവനാണെന്നും പറഞ്ഞ് സായിപ്പിനൊരു സലാമും കൊടുത്തിട്ട് നീലകണ്ഠനോടുകൂടി അവിടെ നിന്നുപോയി. നീലകണ്ഠന് ചിലപ്പോൾ മതമിളകാറുണ്ട്. അക്കാര്യത്തിൽ അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ പ്രദേശങ്ങളിലെല്ലാം ഓടി നടക്കുക പതിവാണ്. നീലകണ്ഠൻ ചെറുപ്പത്തിലുണ്ടായിരുന്ന പാദരോഗം പന്തളത്ത് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചികിത്സയൊന്നും ചെയ്യാതെ തന്നെ ഭേദമായി. അതിനാൽ അവന് എവിടെയും ഓടി നടക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവനെ ഉപദ്രവിക്കാത്തവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാറില്ല. അവനെ ഉപദ്രവിക്കുന്നവരെ അവനും ഉപദ്രവിക്കാതെയും ഇരിക്കാറില്ല. അതുകൊണ്ട് മാധവശാരെ ഒഴിച്ച് ശേഷമുണ്ടായിരുന്ന ആനക്കാർക്കെല്ലാം നീലകണ്ഠനെക്കുറിച്ച് വളരെ ഭയമുണ്ടായിരുന്നു. നീലകണ്ഠന് എറിയാൻ ഒരു പ്രത്യേക വാസനയും സാമർഥ്യവും ഉണ്ടായിരുന്നു. അവൻ എറിഞ്ഞിട്ട് ലാക്ക് തെറ്റുക ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവൻ ഭ്രാന്തിളകി ഓടി നടക്കുമ്പോൾ പലരും കല്ലെറിയുമായിരുന്നു. അങ്ങനെ എറിഞ്ഞാൽ ആ എറിയുന്നവരുടെ കാലൊടിക്കുകയോ തല പൊളിക്കുകയോ കണ്ണുപൊട്ടിക്കുകയോ ഒക്കെ ചെയ്യുക പതിവായിരുന്നു. ഉടനെ തരമില്ലെങ്കിൽ പിന്നെ എന്നെങ്കിലും അവരെ കാണുമ്പോൾ അവനത് പറ്റിക്കുമെന്നുള്ളത് തീർച്ചയായിരുന്നു. അതിനാൽ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവനെ ആരും കല്ലെറിയാതെയായി. അങ്ങനെ ആ ഉപദ്രവം അവൻ തന്നെ നിർത്തലാക്കി. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് നിശ്ചയം വന്നാൽ പിന്നെ ആരും അതിന് തുനിയുകയില്ലല്ലോ. നീലകണ്ഠൻ അവനെ ഉപദ്രവിക്കാത്തവരെ ഉപദ്രവിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കൽ ചേരിക്കൽ എന്ന സ്ഥലത്ത് വെച്ച് ഭ്രാന്തിളകി നീലകണ്ഠൻ ഓടി നടന്നിരുന്നപ്പോൾ ഒരു മാവിൻ്റെ ചുവട്ടിൽ ഏതാനും കുട്ടികൾ മാമ്പഴം പെറുക്കിക്കൊണ്ട് നിന്നിരുന്നു. നീലകണ്ഠൻ്റെ വരവ് കണ്ടും ജനങ്ങളുടെ കൂക്കിവിളി കേട്ടും പേടിച്ചും പരിഭ്രമിച്ചും ആ കുട്ടികൾ 4 പുറത്തേക്ക് ഓടിപ്പോയി. ഒരു കുട്ടി ഭയാധിക്യത്താൽ ഓടാൻ വയ്യാതെയായി ബോധം കെട്ട് അവിടെ തന്നെ വീണുപോയി. നീലകണ്ഠൻ അടുത്തു ചെന്ന് ആ കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് പതുക്കെ താങ്ങിയെടുത്ത് അടുത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടുചെന്ന് കിടത്തിയിട്ട് ഓടിപ്പോയി. അതിനടുത്ത് തന്നെ കൂലിവേല ചെയ്തുകൊണ്ട് നിന്നിരുന്ന ആ കുട്ടിയുടെ പിതാവ് ഇത് കണ്ട് നീലകണ്ഠൻ കുട്ടിയുടെ കഥ കഴിച്ചു എന്ന് വിചാരിച്ച് വിഷമിച്ച് ഓടി വന്ന് നോക്കിയപ്പോൾ കുട്ടിക്ക് ഒരു തരക്കേടും പറ്റിയിരുന്നില്ലെന്നല്ല, കുട്ടി കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന മാമ്പഴം പോവുക പോലും ചെയ്തിരുന്നില്ല. ആന പോയപ്പോൾ കുട്ടിയുടെ ഭയവും പോയി. അവൻ എഴുന്നേറ്റ് യഥാപൂർവം ഓടി നടന്നു തുടങ്ങി. ഒരിക്കൽ പൂഴിക്കാട്ട് എന്ന സ്ഥലത്ത് വെച്ച് നീലകണ്ഠൻ ഭ്രാന്തിളകി ഓടി നടന്നിരുന്നപ്പോൾ കയ്യാല ഇടിച്ച് ഒരു പറമ്പിൽ ചെന്ന് കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ വീട്ടിൽ പാവപ്പെട്ട ഒരു സ്ത്രീയും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ മകളും കൂടി താമസിച്ചിരുന്നു. ആ സ്ത്രീ മരച്ചീനി വാട്ടാനായി തൊലി കളഞ്ഞ് ഒരു മുറനിറയെ നുറുക്കി ഒരു പാത്രത്തിലിട്ട് മുറ്റത്ത് തന്നെ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം കോരിക്കൊണ്ട് വരാനായി കുടവും എടുത്ത് അടുത്ത വീട്ടിലേക്ക് പോയിരുന്ന അവസരത്തിലാണ് നീലകണ്ഠൻ അവിടെ ചെന്നത്. നീലകണ്ഠൻ മുറ്റത്തായപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത ആ പെൺകുട്ടി ഉമ്മാമ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് നീലകണ്ഠൻ്റെ തുമ്പിക്കൈന്മേൽ ചെന്ന് കെട്ടിപ്പിടിച്ചു. നീലകണ്ഠൻ പതുക്കെ പിടുത്തം വിടുവിച്ച് കുട്ടിയെ എടുത്ത് ഇറയത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ തന്നെ മറ്റൊരു പറമ്പിൻ്റെ കയ്യാല ഇടിച്ച് അവിടെ കയറി. അവിടെ ഉണ്ടായിരുന്ന വീട്ടുടമസ്ഥൻ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഊണും കഴിച്ച് കിടന്നുറങ്ങിയായിരുന്നു. നീലകണ്ഠൻ കയറി ചെല്ലുന്ന കണ്ടിട്ട് ഗൃഹനായിക ചെന്ന് ഭർത്താവിനോട് ഇതാ നീലകണ്ഠൻ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ തൻ്റെ നീലകണ്ഠൻ എന്ന പുത്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിനായി പള്ളിക്കൂടത്തിൽ നിന്ന് വരുന്നത് കണ്ടിട്ടായിരിക്കും ഭാര്യ ഇപ്രകാരം പറഞ്ഞതെന്ന് വിചാരിച്ച് ഗൃഹനാഥൻ അവിടെ തന്നെ കിടന്നുകൊണ്ട് അവന് വേഗം ചോറ് കൊടുത്തയക്കൂ, അവൻ നേരം തെറ്റാതെ പള്ളിക്കൂടത്തിൽ പോകട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഭാര്യ ഞാൻ നമ്മുടെ നീലകണ്ഠൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഇതാ കരക്കാരുടെ നീലകണ്ഠൻ കയറി വരുന്നു, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് വീണ്ടും പറഞ്ഞു. ഉടനെ ഭർത്താവ് പെട്ടെന്ന് എഴുന്നേറ്റ് മുറ്റത്ത് ചാടി ഇറങ്ങി നോക്കിയപ്പോൾ നീലകണ്ഠൻ പറമ്പിൻ്റെ വായുകോണിൽ കൂടി കയറി വരുന്നത് കണ്ടു. അവൻ്റെ കാലിൽ ഏകദേശം 30 അടി നീളമുള്ള ഒരു വലിയ ചങ്ങല ബന്ധിച്ചിരുന്നു. അത് വലിച്ചുകൊണ്ടായിരുന്നു അവൻ സഞ്ചരിച്ചിരുന്നത്. ആ പറമ്പിൽ നിറച്ച് നട്ടിരുന്ന ചേന മുളച്ച് ഏകദേശം 1 അടി പൊക്കത്തിൽ വളർന്നിരുന്നു. നീലകണ്ഠൻ ചങ്ങലയിട്ട് വലിച്ച് ചേനയൊക്കെ നശിപ്പിക്കുമല്ലോ എന്ന് വിചാരിച്ച് വീട്ടുടമസ്ഥൻ എൻ്റെ നീലകണ്ഠ നീ എൻ്റെ ചേന കളയരുത് എന്ന് വിളിച്ചു പറഞ്ഞു. നീലകണ്ഠൻ അത് കേട്ട് അല്പം ആലോചിച്ച് നിന്നതിന് ശേഷം ചങ്ങല തുമ്പിക്കൈ കൊണ്ട് മടക്കിയെടുത്ത് പിടിച്ചുകൊണ്ട് പതുക്കെ നടന്ന് കയറി വന്ന വഴിയെ തന്നെ ഇറങ്ങി ഓടിപ്പോയി. ഒരു ചേനയ്ക്ക് പോലും കേടുപറ്റിയില്ല. നീലകണ്ഠൻ ഇപ്രകാരം ചെയ്തത് അവന് പ്രകൃതിയാ ഉണ്ടായിരുന്ന
പരദ്രോഹ വൈമുഖ്യം കൊണ്ട് മാത്രമല്ലായിരുന്നു. അവൻ പന്തളത്ത് വന്നിട്ട് ഉണ്ണിത്താൻ കൊണ്ടുപോയി കുളിപ്പിച്ച് സ്വാമി ദർശനം കഴിപ്പിച്ച് ഉടനെ അവൻ ശർക്കരയും പഴവും നിവേദിച്ച് ആദ്യമേ കൊണ്ടുചെന്ന് കൊടുത്തത് ഈ വീട്ടുടമസ്ഥനായിരുന്നു. അയാളെ കാണുകയും അയാളുടെ ശബ്ദം കേൾക്കുകയും ചെയ്തപ്പോൾ ആ പൂർവ്വസ്മരണ ഉണ്ടായതുകൊണ്ടു കൂടിയാണ് അവൻ അങ്ങനെ ചെയ്തത്. നീലകണ്ഠന് എത്രമാത്രം നന്ദി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ ഊഹിക്കാമല്ലോ. നീലകണ്ഠന് ഭ്രാന്തിളകിയാൽ ഓടി നടക്കുക അധികവും ചില ഇടവഴികളിൽ കൂടിയാണ് പതിവ്. ഒരിക്കൽ അവൻ ഭ്രാന്തിളകി ഒരിടവഴിയിൽ കൂടി ഓടിപ്പോയപ്പോൾ ഒരാൾ അവൻ്റെ കയ്യാലപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു വലിയ കല്ലെടുത്ത് നീലകണ്ഠൻ്റെ തലയ്ക്ക് ഒരു ഏറ് കൊടുത്തിട്ട് മറുവശത്തൂടി കയ്യാല ചാടി ഓടിപ്പോയി. നീലകണ്ഠൻ തന്നെ എറിഞ്ഞ കല്ലെടുത്തുകൊണ്ട് കയ്യാല ഇടിച്ച് പറമ്പിൽ കയറി വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ വൃദ്ധയായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വൃദ്ധ നീലകണ്ഠനെ കണ്ട് പേടിച്ച്, "പന്തളത്ത് മഹാദേവനാണ്, എന്നെ ഉപദ്രവിക്കരുത്. നിന്നെ എറിഞ്ഞവൻ കയ്യാല ചാടി കിഴക്കോട്ടോടി, അവൻ ഇവിടെയില്ല" എന്ന് പറഞ്ഞു. അത് കേട്ട് നീലകണ്ഠൻ അയാൾ പോയ വഴിയെ കല്ലും കൊണ്ട് ഓടിപ്പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അയാളെ കണ്ട് നീലകണ്ഠൻ കയ്യിലിരുന്ന കല്ലുകൊണ്ട് അയാളുടെ തലയെ ലക്ഷ്യമാക്കി ഒരു ഏറ് കൊടുത്തു. അയാൾ ഏറുകൊണ്ട് തല പൊട്ടി നിലത്ത് വീണു. ഉടനെ നീലകണ്ഠൻ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അയാൾക്ക് തലയ്ക്ക് പറ്റിയ മുറിവുണങ്ങി കുറേശ്ശെ എഴുന്നേറ്റ് നടക്കുന്നതിന് 6 മാസമെങ്കിലും വേണ്ടി വന്നു. പിന്നെയും അയാൾക്ക് ആജീവനാന്തം സദാ അതികഠിനമായ തലവേദനയുണ്ടായിരുന്നു. പന്തളത്ത് മഹാദേവര് ദേവസ്വം വക ഒരു കുറേ 1000 പുഞ്ച നിലത്തിൽ നെല്ല് വിളഞ്ഞ് കൊയ്യാറാകുമ്പോഴും കടക്കാട്ട് മണ്ണ് എന്ന സ്ഥലത്ത് കരിമ്പ് വിളയുമ്പോഴുമാണ് നീലകണ്ഠന് വലിയ ഭ്രാന്തിളക്കമുണ്ടാകുന്നത്. നീലകണ്ഠൻ 2 സ്ഥലങ്ങളിലും ചെന്ന് നെല്ലും കരിമ്പും ധാരാളമായി തിന്നുക പതിവായിരുന്നു. ആ വസ്തുക്കൾ വളരെ കുറഞ്ഞ പാട്ടത്തിനായിരുന്നു കൊടുത്തിരുന്നത്. നീലകണ്ഠൻ കുറേ നെല്ലും കരിമ്പും തിന്നാലും പാട്ടക്കാർക്ക് ലാഭം കുറച്ച് കുറയുമെന്നല്ലാതെ കൈനഷ്ടമൊന്നും വരാറില്ല. നീലകണ്ഠൻ വളർന്ന് ഒരൊറ്റയാനയായതിൽ പിന്നെ തിരുവിതാംകൂറിലുള്ള മിക്ക മഹാദേവ ക്ഷേത്രങ്ങളിലും ഉത്സവകാലങ്ങളിലെ എഴുന്നള്ളിപ്പിൻ്റെ പ്രധാന ചുമതല അവൻ തന്നെയാണ് വഹിച്ചിരുന്നത്. ഉടൽ നീളവും ദേഹപുഷ്ടിയും തലയെടുപ്പും മസ്തക വിസ്താരവും കണ്ടാലുള്ള ഭംഗിയും മറ്റും അവനെപ്പോലെ അക്കാലത്ത് മറ്റൊരാനയ്ക്കും ഉണ്ടായിരുന്നില്ല. എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ മേളത്തിനും താളത്തിനും ഒപ്പിച്ചല്ലാതെ അവൻ ചെവി വീശാറില്ല. അപ്രകാരം തന്നെ നിൽക്കേണ്ടിടത്ത് നിൽക്കാനും നടക്കേണ്ടിടത്ത് നടക്കാനും ആരും പറയാതെ തന്നെ അവൻ അറിയാമായിരുന്നു. ആകപ്പാടെ എഴുന്നള്ളത്ത് വഹിക്കാൻ നീലകണ്ഠൻ ഉണ്ടായിരുന്ന വാസന ഒന്ന് വേറെ തന്നെയായിരുന്നു. നീലകണ്ഠന് അസാധാരണമായ ദേഹബലം ഉണ്ടായിരുന്നതിനാൽ വലിയ വലിയ കൊലകൊമ്പന്മാർക്ക് പോലും അവനെക്കുറിച്ച് വലിയ ഭയമുണ്ടായിരുന്നു. ആറന്മുള വലിയ ബാലകൃഷ്ണൻ എന്ന് പ്രസിദ്ധനായിരുന്ന കൊലകൊമ്പൻ തന്നെ നീലകണ്ഠനെ കണ്ടാൽ ഒഴിഞ്ഞു മാറിപ്പോകുന്നതല്ലാതെ അടുത്ത് ചെന്ന് ഉപദ്രവിക്കാറില്ല. പന്തളത്ത് നിന്ന് സ്വല്പം പടിഞ്ഞാറ് മുടിയൂർക്കോണം എന്നൊരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിന് സമീപം ഒരു വലിയ കാഞ്ഞിരമരവും ഉണ്ട്. നീലകണ്ഠന് വലിയ ഭ്രാന്തിളക്കമുണ്ടാകുന്ന കാലങ്ങളിൽ അവനെ മാധവശാർ പിടിച്ചുകൊണ്ടുപോയി ആ കാഞ്ഞിരമരത്തിന്മേലാണ് ബന്ധിച്ചിരുന്നത്. അക്കാലങ്ങളിൽ അവന് കുടിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് ഒരു വലിയ കൽത്തൊട്ടിയും ഇട്ടിരുന്നു. ഒരിക്കൽ നീലകണ്ഠന് വലിയ ഭ്രാന്തിളക്കമുണ്ടായപ്പോൾ മാധവശാർ പതിവ് പോലെ അവനെ പിടിച്ച് ആ കാഞ്ഞിര മരത്തിന്മേൽ തളയ്ക്കുകയും അവന് വെള്ളവും മറ്റും കൊടുക്കുന്നതിന് ശേഷമുണ്ടായിരുന്ന ആനക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് അയാൾ വീട്ടിലേക്ക് പോയി. മതമിളകുന്ന കാലങ്ങളിൽ നീലകണ്ഠനെ അഴിക്കുകയും കുളിപ്പിക്കുകയും പതിവില്ലാതിരുന്നതിനാൽ പിന്നെ 2-3 ദിവസത്തേക്ക് മാധവശാർ വന്നില്ല. അതിനിടയ്ക്ക് നീലകണ്ഠൻ ആ വലിയ കരികൽ തൊട്ടി പതുക്കെ പതുക്കെ പിടിച്ചു വലിച്ച് അവൻ്റെ കാൽച്ചുവട്ടിലാക്കി. അപ്പോൾ അവന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ആനക്കാർ കുഴങ്ങി. ആ അവസരത്തിൽ വലിയ ബാലകൃഷ്ണനെ അതിലെ കൊണ്ടുവരുന്നതിനിടയായി. അപ്പോൾ നീലകണ്ഠൻ്റെ പാപ്പാന്മാർ വലിയ ബാലകൃഷ്ണൻ്റെ പാപ്പാന്മാരോട് വലിയ ബാലകൃഷ്ണനെ കൊണ്ട് പിടിപ്പിച്ച് ഈ കൽത്തൊട്ടി സ്വല്പം മാറ്റിയിടുവിച്ചു കൊടുക്കുന്നതിനായി ആവശ്യപ്പെടുകയും അവരത് സമ്മതിക്കുകയും ചെയ്തു. വലിയ ബാലകൃഷ്ണൻ വന്ന് കൽത്തൊട്ടിക്ക് പിടിക്കുന്നതിനായി കുനിഞ്ഞ സമയം നീലകണ്ഠൻ വലിയ ബാലകൃഷ്ണൻ്റെ കഴുത്തിൽ തുമ്പിക്കൈയിട്ട് ചുറ്റി ഒരു പിടുത്തം പിടിച്ചു. ആ പിടുത്തം വിടുവിക്കുന്നതിന് വലിയ ബാലകൃഷ്ണൻ വളരെ ശ്രമിച്ചു നോക്കിയിട്ടും സാധിച്ചില്ല. അതിനാൽ വലിയ ബാലകൃഷ്ണൻ ആ നിലയിൽ തന്നെ ഏകദേശം 1 നാഴിക നേരം നിൽക്കേണ്ടതായി വന്നു. അപ്പോഴേക്കും ഈ വിവരം അറിഞ്ഞ് മാധവശാർ അവിടെ എത്തി നീലകണ്ഠനോട്, "എൻ്റെ മകനെ, നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ വലിയ വിഷമമാണ്. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് വെള്ളം കുടിക്കാൻ പോലും നോക്കാതെ വന്നേക്കും. വലിയ ബാലകൃഷ്ണനെ വിട്ടയക്കൂ" എന്ന് പറഞ്ഞു. ഉടനെ നീലകണ്ഠൻ പിടുത്തം വിട്ടിട്ട് വലിയ ബാലകൃഷ്ണനെ പിടിച്ച് ഒരു തള്ളു കൊടുത്തു. വലിയ ബാലകൃഷ്ണൻ 4 കാലും മലച്ചു വീണു. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു വിധത്തിൽ നടന്നുപോയി. ഈ സംഗതി ഉണ്ടായതിൽ പിന്നെ വലിയ ബാലകൃഷ്ണന് നീലകണ്ഠനെക്കുറിച്ച് ഭയമുണ്ടായി തീർന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാധവശാർ വസൂരി ബാധിച്ച്
കാലധർമ്മത്തെ പ്രാപിച്ചു. അത് അയാൾ പ്രായാധിക്യത്തിൽ ഏറ്റവും അവശനായതിനു ശേഷമായിരുന്നു. എങ്കിലും അയാളുടെ വിയോഗം നീലകണ്ഠന് ദുസ്സഹമായ ഒരു ദുഃഖം തന്നെയായിരുന്നു. മാധവശർ മരിച്ചു എന്ന് കേട്ടിട്ട് നീലകണ്ഠൻ 7 ദിവസം മുഴുവനും ഒന്നും തിന്നാതെയും വെള്ളം കുടിക്കാതെയും ആരെയും അടുക്കലടുപ്പിക്കാതെയും നിന്ന നിലയിൽ തന്നെ നിന്നു. അവൻ്റെ അടുക്കൽ ചെല്ലാൻ ആനക്കാരിൽ ആർക്കും ധൈര്യമുണ്ടായതുമില്ല. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മുഞ്ഞിലേത്ത് കൊച്ചു രാമശാർ എന്നൊരാൾ സധൈര്യം ചെന്ന് നീലകണ്ഠനെ അഴിച്ചു. ഉടനെ അവൻ നടമടക്കി അയാളെ സ്കന്ധത്തിൽ കയറ്റി. അയാൾ അവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച് ക്ഷേത്രസന്നിധിയിൽ കൊണ്ടുവന്ന് പതിവുള്ള ചോറും പായസവും വാങ്ങിക്കൊടുത്ത് യഥാസ്ഥാനത്ത് കൊണ്ടുപോയി തളയ്ക്കുകയും തെങ്ങിൻപട്ട മുതലായി തീറ്റി സമാനങ്ങൾ ധാരാളമായി കൊടുക്കുകയും ചെയ്തു. ഈ കൊച്ചു രാമശാർ ഒരാനക്കാരനോ ആന കയറി ശീലിച്ചിട്ടുള്ള ആളോ അല്ലായിരുന്നു. അയാൾ ചെറുപ്പം മുതൽക്കേ നീലകണ്ഠനെ വളരെ സ്നേഹിക്കുകയും അവന് ശർക്കര പഴം മുതലായവ മിക്ക ദിവസങ്ങളിലും കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു പരിചയക്കാരൻ മാത്രമായിരുന്നു. പിന്നീട് നീലകണ്ഠൻ്റെ പരിപാലക സ്ഥാനത്ത് വന്നു ചേർന്നത് കന്നാമോടി എന്നൊരാളായിരുന്നു. അയാൾ ലേശം പോലും പ്രാണിസ്നേഹമില്ലാത്ത ഒരു ദുഷ്ടനായിരുന്നു. ആ ദുഷ്ടൻ നീലകണ്ഠൻ്റെ സ്വഭാവം അറിയാതെ അവനെ ക്രമത്തിലധികം ദേഹോപദ്രവം ഏൽപ്പിച്ച് കള്ളത്തടികൾ പിടിപ്പിച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങി. അതിനാൽ നീലകണ്ഠൻ അയാളെ അധികകാലം വെച്ച് വഴിക്കാതെ ഉടനെ കാലപുരിക്ക് പറഞ്ഞയച്ചു. ആ ദുഷ്ടൻ്റെ നിഗ്രഹാർത്ഥം കൊച്ചുകുട്ടികൾ പോലും നീലകണ്ഠൻ്റെ അടുക്കൽ ചെന്ന് കന്നാമോടിയെ കൊന്ന ഭാവം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ശർക്കരയോ പഴമോ വെല്ലവും കൊടുത്താൽ അവനത് വാങ്ങി തിന്നിട്ട് കന്നാമോടിയെ തള്ളിയിട്ടതും ഒരു കാലിന്മേൽ ചവിട്ടിക്കൊണ്ട് മറ്റേക്കാൽ പിടിച്ചു വലിച്ച് ചീന്തിയതും മേൽപോട്ട് എറിഞ്ഞത് കീഴ്പോട്ട് വന്നപ്പോൾ വീണ്ടും തുമ്പിക്കൈ കൊണ്ട് തട്ടി ദൂരെ ഇട്ടതും ആ ശരീരാർത്ഥം ചെന്ന് വീണ സ്ഥലത്ത് ചെന്ന് നോക്കിയതും മറ്റും ഒരൊന്നാം തരം നടനെ പോലെ അഭിനയിച്ച് കാണിക്കുക പതിവായിരുന്നു. കന്നാമോടിയുടെ കാലാനന്തരം നീലകണ്ഠൻ്റെ രക്ഷകസ്ഥാനം വഹിച്ചിരുന്നത് തോന്നല്ലൂർ ആയിത്തിരിക്കൽ നാരായണശാർ എന്നൊരാളായിരുന്നു. അയാളും കന്നാമോടിയുടെ കൂട്ടുകാരനായിരുന്നതിനാൽ കാലക്രമേണ അയാളും കാലധർമ്മത്തെ പ്രാപിച്ചു. തദനന്തരം നീലകണ്ഠൻ്റെ രക്ഷകന്മാരായി നിയമിക്കപ്പെട്ടത് കോന്നിക്കാരായ 2 നായന്മാരായിരുന്നു. അവരുടെ കഥ വാവിലും ചതുർദശി എന്ന് പറഞ്ഞതുപോലെയായിരുന്നു. അങ്ങനെ പല ആനക്കാരും വരികയും അവരെല്ലാം പല വിധത്തിൽ നീലകണ്ഠനെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ആനക്കാരുടെ കഠിന പ്രവൃത്തികളെല്ലാം കരക്കാരറിയുകയും ചെയ്തു. അതിനാൽ കരക്കാർ അവരെയെല്ലാം മാറ്റി നീലകണ്ഠൻ്റെ പരിപാലകനായി കുറുത്തിയാട്ടുകാരൻ പപ്പു എന്നൊരാളെ നിയമിച്ചു. അപ്പോൾ നീലകണ്ഠന് ശുക്രദശ ആരംഭിച്ചു. കരക്കാർ നീലകണ്ഠനെ ഓരോ ദിവസം ഓരോ വീടുകൾ വീതം കൊണ്ടുപോയി ധാരാളമായി തീറ്റയും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. മുറയ്ക്ക് പല ചികിത്സകളും നടത്തി. അങ്ങനെ നീലകണ്ഠൻ പൂർവാധികം നല്ല സ്ഥിതിയിലായി. കുറുത്തിയാട്ടുകാരൻ പപ്പുവിൻ്റെ കാലശേഷം നീലകണ്ഠൻ്റെ പാപ്പാനായി നിയമിക്കപ്പെട്ടത് അരിപ്പാട്ടുകാരൻ കുമാരപിള്ള എന്നൊരാളായിരുന്നു. അയാളും അവനെ വേണ്ടവിധം ശ്രദ്ധിക്കാതെ ഉപദ്രവിക്കുമായിരുന്നു. പന്തളത്ത് ക്ഷേത്രത്തിന് കിഴക്കുവശത്തും വടക്കുവശത്തും ഏറ്റവും ചേർന്നാണ് പ്രസിദ്ധമായ അച്ചൻകോവിലാറ് പ്രവഹിക്കുന്നത്. എന്ന് മാത്രമല്ല ക്ഷേത്രമാറ്റിലേക്ക് സ്വല്പം തള്ളിയുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ വടക്കുവശത്തും കിഴക്കുവശത്തും കൂടി കടന്നു പോകുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. പ്രദക്ഷിണ വഴി 4 വശങ്ങളിലും ഒരുപോലെ ഇല്ലാത്തതുകൊണ്ടോ എന്തോ ആ ക്ഷേത്രത്തിന് പന്തളത്ത് മുക്കാൽ വട്ടം എന്നുകൂടി ഒരു പേര് പറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ദേവനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുമ്പോൾ പടിഞ്ഞാറ് വശത്തുള്ള ആനക്കൊട്ടിലിൻ്റെ വടക്ക് വശത്ത് വായുകോണ് വരെ ചെന്നിട്ട് ആന മടക്കി ദേവനെ അവിടെ ഇറക്കുകയും അവിടെ നിന്ന് ശാന്തിക്കാർ എടുത്ത് അഗ്നികോണ് വരെ എഴുന്നള്ളിച്ചു കൊണ്ട് ചെല്ലുകയും അവിടെ നിന്ന് വീണ്ടും ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് വായുകോണ് വരെ ചെല്ലുകയും അവിടെ നിന്ന് പിന്നെയും മേൽപ്രകാരം തികയ്ക്കുകയുമാണ് പതിവ്. ഇങ്ങനെ എഴുന്നള്ളിക്കുമ്പോൾ പതിവ് സ്ഥലങ്ങളിൽ ചെന്ന് നടമടക്കി ദേവനെ സ്കന്ധത്തിൽ വഹിക്കുന്നതിനും താഴെ ഇറക്കുന്നതിനും നീലകണ്ഠന് ആനക്കാരുടെ ഉപദേശവും ആജ്ഞയും ആവശ്യമായിരുന്നില്ല. ക്ഷേത്രത്തിലെ ഉത്സവകാലങ്ങളിൽ പന്തളത്തുള്ള 12 കരകളിലെയും മിക്ക ഗൃഹങ്ങളിലും പറക്കി എഴുന്നള്ളിക്കുക പതിവുണ്ട്. പറക്കി എഴുന്നള്ളിച്ചാൽ ആദ്യം ചെല്ലേണ്ടത് ഇന്ന ഗൃഹത്തിലെന്നും പിന്നെ രണ്ടാമത് മുതൽ അവസാനം വരെ ചെല്ലേണ്ടുന്ന സ്ഥലങ്ങളുടെ മുറയും പണ്ടേ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയമനുസരിച്ച് ദേവസ്വത്തിൽ കണക്കുമുണ്ട്. ആ മുറ തെറ്റിച്ചാൽ കരക്കാർ വലിയ വഴക്കുണ്ടാക്കും. എന്നാൽ കരക്കാർക്ക് ദേവസ്വക്കാർക്ക് ഓർമ്മയില്ല എങ്കിലും നീലകണ്ഠന് അത് വരാറില്ല. അതുകൊണ്ട് നീലകണ്ഠന് പ്രായപൂർത്തിയും പരിചയവും സിദ്ധിച്ചതിൽ പിന്നെ അത് സംബന്ധിച്ച വഴക്ക് അവിടെ ഉണ്ടാകാറില്ല. എഴുന്നള്ളിച്ചാൽ അവൻ മുറയ്ക്ക് ഓരോ സ്ഥലത്തും എത്തിക്കോളും. ആനക്കാർ പിന്നാലെ നടന്നാൽ മതി. ഓരോ സ്ഥലത്തും ചെന്നാൽ പറവയ്ക്കുകയും എടുക്കുകയും ചെയ്യുന്നവരെ അവൻ അവിടെ നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ അവൻ അവിടെ നിന്നും പോയി മുറപ്രകാരം പിന്നെ ചെല്ലേണ്ടുന്ന സ്ഥലത്തെത്തും. ഇതിനൊന്നിനും നീലകണ്ഠന് ആരുടെയും ഉപദേശം ആവശ്യമായിരുന്നില്ല. ചില വീട്ടുകാർ നീലകണ്ഠന് ശർക്കര പഴം മുതലായവ കൊടുക്കാറുണ്ടായിരുന്നു. പറയെടുത്തു കഴിഞ്ഞാലും അവ കൂടെ കിട്ടാതെ ആ സ്ഥലങ്ങളിൽ നിന്ന് അവൻ പോകാറില്ല. അതൊന്നും കൊടുക്കാറില്ലാത്ത സ്ഥലങ്ങളിൽ അതിനായി അവൻ താമസിക്കാറുമില്ല.
ഈ കൃത്യങ്ങളെല്ലാം നീലകണ്ഠൻ പന്തളത്ത് വന്ന് ഒരുവിധം പരിചയമായ കാലം മുതൽക്ക് തന്നെ നടത്തിപ്പോന്നതാണ്. എങ്കിലും അരിപ്പാട്ടുകാരൻ കുമാരപിള്ളയുടെ ഭാവവും പറച്ചിലും അയാൾ വന്നതിൽ പിന്നെ അയാൾ പഠിപ്പിച്ചും ശീലിപ്പിച്ചുമാണ് നീലകണ്ഠനെ ഈ സ്ഥിതിയിലാക്കിയതെന്നായിരുന്നു. അയാൾ ആത്മപ്രശംസയിൽ അദ്വിതീയൻ തന്നെയായിരുന്നു. അയാൾ നരസിംഹമൂർത്തിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയിട്ടുണ്ടെന്നും മാതംഗലീല കമ്പോട് കമ്പ് കാണാപ്പാടമാക്കിയിട്ടുണ്ടെന്നും മറ്റും പലരോടും പറയുക പതിവായിരുന്നു. ആകെപ്പാടെ നോക്കിയാൽ നീലകണ്ഠൻ സകല യോഗ്യതകളും തികഞ്ഞ ഒരു ഗജശ്രേഷ്ഠൻ തന്നെയായിരുന്നു. ഇത്രയും തടിക്കോളുള്ള ഒരാന അക്കാലത്ത് വേറെ ഉണ്ടായിരുന്നില്ല. മനസ്സ് തെളിഞ്ഞാൽ നീലകണ്ഠനെ ഏത് തടിയും പിടിക്കാമായിരുന്നു. എങ്കിലും അവനെ എങ്ങും കൂലിപ്പണിക്ക് അയക്കരുതെന്നായിരുന്നു കരക്കാരുടെ നിശ്ചയം. എന്നാൽ അത്യാവശ്യപ്പെട്ടാൽ ചിലപ്പോൾ കുറേശ്ശെ അയക്കാറുമുണ്ടായിരുന്നു. നീലകണ്ഠനെ കൂലിപ്പണിക്ക് അയച്ചിട്ടുണ്ടായ ആദായം കൊണ്ട് കരക്കാർ ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം നടത്തി ഒരു കുട്ടിക്കൊമ്പനെ വാങ്ങുകയും ചെയ്തു. കൊച്ചയ്യപ്പൻ എന്നു പേരായ ആ കൊമ്പൻകുട്ടിയെ നീലകണ്ഠൻ സ്വന്തം പുത്രനെ പോലെ സ്നേഹിച്ചിരുന്നു. കൊച്ചയ്യപ്പന് വയറു നിറയാൻ തക്കവണ്ണം തീറ്റി കൊടുക്കാതെ നീലകണ്ഠൻ യാതൊന്നും തിന്നാറില്ല. കൊച്ചയ്യപ്പന് കൊടുക്കാതെ ആരെങ്കിലും ശർക്കരയോ പഴമോ വല്ലതും നീലകണ്ഠന് കൊണ്ടുചെന്ന് കൊടുത്താൽ അവൻ വാങ്ങാറുമില്ല. അഥവാ വാങ്ങിയാൽ പകുതിയിലധികം അവൻ കൊച്ചയ്യപ്പന് കൊടുക്കുക പതിവായിരുന്നു. കൊച്ചയ്യപ്പൻ പന്തളത്ത് വന്നിട്ട് അധികകാലം കഴിയുന്നതിന് മുമ്പേ കാലധർമ്മത്തെ പ്രാപിച്ചു. അവൻ മരിച്ചപ്പോൾ നീലകണ്ഠന് ഉണ്ടായ ദുഃഖം അസഹ്യമായിരുന്നു. എന്നാലും അധികനാൾ അവനത് അനുഭവിക്കേണ്ടി വന്നില്ല. കാലക്രമേണ അവനും നിര്യാണം പ്രാപിച്ചു. അനേകം യോഗ്യതകളുണ്ടായിരുന്ന ആ മത്ത മാതംഗവര്യൻ 50 വയസ്സുപോലും തികയുന്നതിന് മുമ്പ് തന്നെ കാലധർമ്മത്തെ പ്രാപിച്ചത് വലിയ കഷ്ടമായി പോയി എന്നുള്ളതിന് സംശയമില്ല. പന്തളം നീലകണ്ഠൻ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.